ശ്രീഗുരുഭ്യോ നമഃ. ഓം ഖം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമേ തുഞ്ചത്തെഴും ഭാര്യപാദം. അഹല്യ ശാപമോക്ഷം എന്നതോ കേട്ടു വിശ്വാമിത്രനോ മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനെ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമാമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്രേ മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശം നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമാമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പോണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമാമുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടു ചേർന്നു പർണശാലയിലത്രേ വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടിവായ് മലരും ബന്ധൊക്കമുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതി നെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചന്ദാർബാർണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൻ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രേ രൂപം ചിന്തിച്ചും അങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുന്ദ്രേന്ദ്രനോ മദീനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജാസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈകൊണ്ടന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പോക്കാനുട ജാന്തരേ പരവശാൽ സൂത്രാമാം അവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടൊത്തിലെന്നു കണ്ടു. ബന്ധസന്ദേഹം ചെന്നു നേരത്തു കാണായി വന്നു വിത്രാരാധിക്കൂ മുനിശ്രേഷ്ഠനെ ബാലാലപ്പോൾ. വിത്രസ്തനായത്രയും വേപതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലുന്നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലുന്നോട് നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം. നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായേൽ ഭസ്മമാക്കോമവനിപ്പോൾ ചൊല്ലിനാനതോ നേരം താപസേന്ദ്രനെ നോക്കി. സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതോ മൂഢത്തം കൊണ്ടെല്ലാം നിന്ദ്യരോവടി പുറത്തു കൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്കു ഭവാനിനി സഹിച്ചേടുക ചെയ്തോ ദുഷ്കർമ്മ ഫലമെല്ലാം. തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പൂക്ക പോളഹല്യയും വേപതോ പോണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ വൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നോ പാരം. ദുഷ്കൃത മുടുങ്ങുവാനിതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാഞ്ചം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതു കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാം. കാനനദേശേ മതിയാശ്രമേ മനോഹരെ. ഇങ്ങനെ പല ദിവ്യമത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനോ മനോജനം ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ
നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ബോധമാനസയായാലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാശം പൂക്കാ നന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും നിന്തൊരു മലരടി ചെന്തളേർപ്പൊടി ഏൽപ്പാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാ തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കന്മഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടൻ ചാങ്കണം പൂക്കാൻ ഉഗ്രമാൻ തപസ്സുടമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ മോദം പൂണ്ടുനാഥൻ കോമളാരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയനം നീങ്ങുമാറു സോദരനോടും താപനാശനാകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജധര സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞു കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നമുര ചെയ്തതു മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജ മനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു താനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൻ. സന്തോഷമശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ചു ഭക്തിയോടും മുക്താനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണ്ണത്തോടും അദ്വയൻ അയോരനാധ്യാൻ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. ജ്ഞാനഹോ കൃതാർത്ഥയായൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം സുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാദീരേകത്താലതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്തമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോര അതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യം അജലനല്ലോ ഭവാൻ ത്വൽപാദാംബുജപ്പാം സുപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതു ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു. വൈകുണ്ഠ തൽകുണ്ഠാത്മാന ദുർലഭമൂർത്തേ വിഷ്ണു മത്യനായി അവതരിച്ചൊരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുത ബീജം സുന്ദരം ധനോർധരം തത്വമധ്യയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായിരുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാത്വത്സാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദാ മുനീന്ദ്രൻ ചന്ദ്രശേഖരൻ താനും ഭാരതീര രമണനും ഭാരതീദേവിതാനും
ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനു ശരണം പ്രാപിക്കുന്നേൻ. അദ്യൻ അദ്വയനേകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തെങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സിനാൽ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ തന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പോണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്തവേദ്യം മമ ചേതസി വസിക്കണം രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാ ദിവ്യന്മാരാലനുധ്യേയം മാനാർത്ഥം മൂനീലക ആക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുലീശ മത്സ്യാങ്കിതം മന്മനോനികേതനം കന്മഷ വിനാശനം നിർമ്മലാത്മന പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്രായതോ ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതോ ഭവാൻ അജനവ്യൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ ഭജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാജ്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാജ്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണ കർത്തൃഫല സാധനഭേദം മായയാ ബഹുവിധ രൂപയാം തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരോ വടിയതോ സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായ വിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാ നിന്തിരോ വടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തന സങ്കൻ നിരാകാരൻ സത്വാദി ഗുണത്രയ യുക്തയും ശക്തിയുക്തൻ സ്വത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വധാരാത്മാദേവൻ സകല ജഗന്മയം തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനം നിർഗുണം നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യം സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരം സത്വമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭോ സത്യത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാധിനാഥൻ സർവദേവതാമയൻ. നിന്തിരോവടിയായതെത്രയും മൂഢാത്മാവാം അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയ തത്വമെന്നാലും ഞാനോ സന്തതം പോയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാപി വസിച്ചേടലുമെല്ലാ നാളും പൊൾത്തളീരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊടിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷൻ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ശ്രീകേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തപരാധം ക്ഷമസ്വ ജഗൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദീനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുദൃശരച്ചാപം കരുണാകരം കാളജ്വലധഭാസം രാമം കനകരുചീര ദിവ്യാംബരം രമാവരം
കനകോജലരത്നകുണ്ഡലാഞ്ചിതഗന്ധം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരാമമീട് പുരതസ്ഥിതം സാക്ഷാൽ ഈശ്വരം രഘുനാഥം പുരുഷോത്തമങ്കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാൻ അഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്നവുമാൻ ശുദ്ധനായ അഖില പാപങ്ങളോ നശിച്ചുടൻ പരമബ്രഹ്മാനന്ദം പ്രാപിക്കുമാത്രയല്ല വരൂ മൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിടോ നല്ല പുത്രന്മാരുണ്ടാൻ അത്യാർത്ഥി ജപിച്ചിടല അസവുമേറ്റമുണ്ട ഗുരു തൽപകൻ കനകസ്തേയി സുരാപായി ധരണി സുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതശ്രീരാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാതരാൾ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സധൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലേ ഏതും വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വെണ്ണാമരോൾ ചെയ്താൻ ബാലകന്മാരെ ഭോഗമിതിലാ പൊരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയ്ക്ക് പൊക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പോക്കും മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതോ കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമാസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണാൻ നിർഭേന്ദ്രം ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ധ്യ ചേടിന ജഗദേക സുന്ദരന്മാരാമിവരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിന വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോനീടിനേനിതോ കാലം കാടകം പോക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പോക്കും യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനഗണു പൂജിച്ചു വഴി പോലെ സൽക്കാര യോഗ്യന്മാര രാജപുത്രന്മാരെ കണ്ടോൾ കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനഗണം തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതോ കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ട അന്നേരം ജനകനു കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരം ദാശരഥി വെള്ളിതോ കുലച്ചുടൻ വലിച്ചു മുറിച്ചിടൽ വല്ലഭാനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതോ മഹീന്ദ്രനും പൊങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരുകൂടെ മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലു ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിന വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ
ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാം വിശ്വാമിത്രൻ. എല്ലാം മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂല വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവം പൂണ്ട് രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ ഉലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തു പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളോ മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശേഷരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൽ. ജനകൻ ജഗൽ സ്വാമിയായ ഭഗവാന് ജനസംസതി ഗാഠാശ്ലേഷം ചെയ്താനല്ലോ. ഇടിവെട്ടിയിടുവണ്ണം വേൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരു കൂടി നന്നായി ചമയിച്ചാൽ. സ്വർണവർണ്ണത്തെ പൂണ്ട് മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദമന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോത്ഫലമാലയും ഇട്ടാൽ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൽ മാലയും ധരിച്ച് നീലോത്ഫല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റം വിളങ്ങിനാൻ. ഭൂമി നന്ദനനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദബുദ്ധി തന്നിൽ വീണുടൻ മുഴുകിന. മാനവവീരൻ വാഴ്കന്നാശിയും ചൊല്ലിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടന ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രൻ മിഥിലാധിപൻ താനുകൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം വിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാങ്കേതപുരി പോക്ക ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രാമതും. സന്ദേശം കണ്ടു പങ്ക്തി സ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുരാ ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടുകൂടി. ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമോഘം പൂകിതോ ദശരഥൻ. മിഥിലാധിപൻ തന്നോട് ചെന്നതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു സദാനന്ദൻ തന്നോടു കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയോടും അർഘ്യപാദ്യാദികളെല്ലാം അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യൻ മുർവീന്ദ്രൻ താനും. രാമൻ ലക്ഷ്മണന്മാരു വന്ദിച്ചു പിതാവിന് സാമോദം വസിഷ്ഠാനാചാര്യപാദാംശവും. തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുത് ശ്രീരാമപാദാംഭോജമനുജന്മാർ. തൊഴുതു ഭരതനും ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം. വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയു ഗാഠാശ്ലേഷവും ചെയ്തിടിനാം. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനു അനുമോദത്തോടുരാ ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകെയ 4 കുമാരന്മാർക്കു വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനു സദാനന്ദനും കൗശികനും വിധിച്ചോ മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതു തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണ്ണ പീഠവും വച്ചു ഭക്ത്യാം ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം വേരി ദിന്ദുബ മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രി
പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹേന്ദ്രം തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടനുൾപ്പുളകാംഗത്തോടെ നിന്നിതോ ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ബോധേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണ കുമാരനും കാമ്യാങ്കിമാര ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടു വസിഷ്ഠനോടുകൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പോ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോളേകഥ സീതാ മധ്യ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതോ മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലെത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോട് മഹാമുനി താനോൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾവി. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണ പരമാത്മാ ഭജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം ഭക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്യയെ വന്നവതരിച്ചിതു രാമന മായാമത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശം മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതോ തവവേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതോ പുത്രിയായി വളർത്തിതോ ഭക്തി കൈകൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ അങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ അങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതോ മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിലിനിതിനെന്നോ പൃഥ്വിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുട ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാ ഉത്ബല നേത്രൻ തന്നെ. ത്വൽപ്രസാദാലിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽ പുരുഷനെ നോക്കി പിൻപാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം ഗദ്യോദായുധ സഹസ്രോദ്യോധ രൂപത്തോടും ഗദ്യോധാന്യയെ പിറന്നൊരു നിന്ദിരോവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോട് യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജകളിതാംബ ബിന്ദുക്കൾ ധരിച്ചുൽ ഫലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാ ബുദ്ധാരണം കൊണ്ടു സൽപുമാൻ മഹാബലെ സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വെറുപ്പെട്ടു നിർമ്മലയായ നിന്ദിരൂവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം യുദ്ധമോരോന്ന് ചൊല്ലി സ്തുതിച്ചു ജനകനം. ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരേ കളറു 110,000 തേരും തുരകങ്ങളെയും നൽകിയിടിന 100,000 10,100,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതോ ബഹുവിധം മുത്തുമാലങ്ങൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധി നന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും
സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കന്മഷമകന്നൊരു ജനക നൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായമയനായ രാഘവൻ നിജ ധർമ്മധാരങ്ങളോട് കൂടവേ പുറപ്പെട്ടു മൃദംഗാനകഭേരി തുല്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുക ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭാദ്രാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോട് ഭൃത്യമാധ്യാദികളോടും വേഗമോട് അയോധ്യയ്ക്കാമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റ കുണതടവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുതുമാല വട്ടങ്ങളോടും ചെങ്കൊടേ കൂറകൾ കൊണ്ടിങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടും 3 യോജന വഴി കടന്ന നേരം കണ്ടു നിമിത്തങ്ങളെല്ലാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.